നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ ഭൂരിഭാഗം ഷട്ടറുകളും ഉയർത്തി. ആകെ 27 ഷട്ടറുകളാണ് തടയണയ്ക്കുള്ളത്. ഷട്ടറുകൾ തുറന്നതോടെ നിള നദിയുടെ മഴക്കാല കാഴ്ചകൾ കാണാൻ വെള്ളിയാങ്കല്ലിലെത്തുന്ന സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചു. തോരാതെ പെയ്യുന്ന മഴ പോലും വകവയ്ക്കാതെ രാവിലെ മുതൽ നിരവധി പേരാണ് പാലത്തിന് മുകളിലെത്തുന്നത്. സന്ദർശന തിരക്ക് വൈകുന്നേരം വരെ നീളും. ഷട്ടറുകൾ ഉയർത്തിയതോടെ തടയണയുടെ പടിഞ്ഞാറു ഭാഗത്ത് വലവീശിയുള്ള മീൻപിടുത്തവും സജീവമാണ്. പിടിക്കുന്ന മത്സ്യങ്ങളുടെ വിപണന കേന്ദ്രവും തടയണയുടെ പരിസരമാണ്. വരും ദിവസങ്ങളിലും മഴ കനത്ത രീതിയിൽ തുടരുകയാണെങ്കിൽ തടയണയുടെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തേണ്ടതായി വരും. അതേസമയം 27 ഷട്ടറുകളും ഉയർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ തടയണയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പുഴവക്കിടയിൽ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ തൃത്താല വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്രത്തിന്റെ ഊട്ടുപുര ഏത് നിമിഷവും പുഴയിലേക്ക് തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ. കാലവർഷം കനത്തതോടെ പുഴയിൽ കുത്തൊഴുക്ക് ശക്തമായി പുഴവക്ക് ഇടിയാൻ ആരംഭിച്ചതാണ് കടുത്ത അപകട സാധ്യത ഉയർത്തുന്നത്. പുഴവക്കുകൾ വൻതോതിൽ ഇടിഞ്ഞുതാഴ്ന്നതിനെ തുടർന്ന് നിലവിൽ ഊട്ടുപുരയുടെ അടിത്തറ വരെ മണ്ണിടിച്ചിലിൽ തകർന്നു. അടിത്തറയുടെ പടവുകളിലെ ഏതാനും വലിയ കല്ലുകൾ ഇതിനകം തന്നെ തകർന്ന് പുഴയിലേക്ക് വീണുകഴിഞ്ഞു. ഇതേ ഒഴുക്കു തുടർന്നാൽ ഊട്ടുപുരയുടെ പ്രധാന ഭാഗങ്ങൾ പൂർണ്ണമായും പുഴയിലേക്ക് പതിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാരും ഭക്തരും. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയൊരു നാശനഷ്ടമായിരിക്കും ഇവിടെ സംഭവിക്കുക. വെള്ളിയാങ്കല്ല് തടയണയോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതാണ് നിലവിലെ ഈ അപകടസ്ഥിതിക്ക് പ്രധാന കാരണം. അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയും നിസ്സംഗതയുമാണ് പുരാതനമായ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയെ ഈ രീതിയിൽ അപകടത്തിലാക്കിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാരും വിശ്വാസികളും. പട്ടാമ്പി മേഖലയിൽ പോലീസിന് തലവേദനയായി മാറിയ 6 അംഗ മോഷണ സംഘത്തെ കൊപ്പം പോലീസ് പിടികൂടി. ക്ഷേത്രങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ മോഷ്ടിച്ച കവർച്ചാ സംഘമാണ് പോലീസിന്റെ വലയിലായത്. കൊപ്പം മേഖലയിലെ ക്ഷേത്രങ്ങളും വീടുകളും കേന്ദ്രീകരിച്ച് നടത്തിയ മോഷണക്കേസിലെ പ്രതികളെയാണ് കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 6 അംഗ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊപ്പം കരിങ്കനാട് കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇവർ മോഷ്ടിച്ചിരിക്കുന്നത്. വെളുത്തൂർ ചെമ്പ്രയിലും മോഷണം നടത്തിയിട്ടുണ്ട്. മോഷ്ടിച്ച വസ്തുക്കൾ കഴിഞ്ഞ ദിവസം തൃത്താലയിൽ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കടക്കാരന് സംശയം തോന്നിയെ തുടർന്ന് പോലീസിനെ അറിയിച്ചത്. തുടർന്ന് തൃത്താല പോലീസിന്റെ സഹകരണത്തോടു കൂടിയാണ് കൊപ്പം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പട്ടിത്തറ തലക്കശ്ശേരി സ്വദേശി നവദത്ത്, വിളിയൂർ കരിങ്ങാട് സ്വദേശി വൈഷ്ണവ്, പട്ടിത്തറ ആലൂർ സ്വദേശി മുഹമ്മദ് ഷിബിൽ, തൃത്താല പട്ടിത്തറ ആലൂർ സ്വദേശി അശ്വിൻ, ആലൂർ സ്വദേശി ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത്. 19നും 22നും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് 6 പേരും. ഇവർ ഒരുമിച്ച് പഠിച്ചവരാണെന്നും പോലീസ് പറഞ്ഞു. ഇവർ മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികളെ വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കുമെന്ന് കൊപ്പം SI അനന്തകൃഷ്ണൻ പറഞ്ഞു. പരിസര പ്രദേശങ്ങളിലും നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളെ തൃത്താല പോലീസിന്റെയും കൊപ്പം പോലീസിന്റെയും സഹായത്തിൽ പിടിച്ചിട്ടുണ്ട്. അവർ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളിലും ചില വീടുകളിൽ നിന്ന് അടക്കാമോഷണവും എല്ലാം നടത്തിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എല്ലാവരും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അവരുടെ കൂടുതൽ വിശദ വിവരങ്ങൾ അന്വേഷിച്ച് വരുന്നു. കരിങ്ങനാട് കൊപ്പം വിളയൂര് കരിങ്ങനാടുള്ള കരിപ്പമണ്ണ ക്ഷേത്രത്തിലെ ഓട്ടുരുളികളും മറ്റു പാത്രങ്ങളൊക്കെ എടുത്തതായിട്ട് അവർ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ചെമ്പ്ര ഭാഗങ്ങളിലെ ചില വീടുകളിൽ നിന്ന് അടക്കാമോഷണം നടത്തി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ട് വിൽപ്പന നടത്തിയിട്ടുള്ളതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ചെമ്പ്രയിലെ ഒരു വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് ഈ പാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളൊക്കെ മോഷണം നടത്തി വിറ്റതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അന്വേഷണം നടത്തി വരുന്നുണ്ട്. പോലീസ് അന്വേഷണ സംഘത്തിൽ ASI അനന്തകൃഷ്ണന് പുറമെ SI നന്ദകുമാർ, ASI മണി, SCPO മുരുകൻ, SCPO രതീഷ്, SCPO ശ്രീജിത്ത്, CPO ഷിജു എന്നിവരുമുണ്ടായിരുന്നു. പട്ടാമ്പി ടൗണിലെ അഴുക്കുചാലിൽ നിന്നും മലിനജലം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറിയതോടെ വ്യാപാരികൾ ദുരിതത്തിൽ. മഴ കനത്തതോടെയാണ് പട്ടാമ്പി ടൗണിൽ പുതുതായി നിർമ്മിച്ച അഴുക്കുചാലിൽ നിന്നുള്ള മലിനജലം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറിയത്. ടൗണിൽ നിലവിൽ നിർമ്മാണം പൂർത്തിയായ അഴുക്കുചാലുകൾ നിലവിലുണ്ടായിരുന്ന അഴുക്കുചാലിനേക്കാൾ ഉയർന്നതോടെയാണ്
വെള്ളം വലിയ തോതിലെത്തിയതോടെ കടകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയത്. ഇത് വ്യാപാരികളെ ദുരിതത്തിലാക്കി. പലയിടത്തും അഴുക്കുചാൽ നിർമ്മാണം പൂർത്തിയായിട്ടുമില്ല. ഇതും വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ ദുരിതത്തിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധവുമായി വീണ്ടും വ്യാപാരികൾ രംഗത്തെത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വലിയ തോതിൽ വെള്ളം കയറുന്നത് തടയാനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്നായിരുന്നു ആവശ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മോസിൻ MLA-യും നഗരസഭാ ചെയർമാൻ TP ഷാജി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തിയിരുന്നു. കാലിന്റെ പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് സൈഡ് ബിൽഡിങ്ങിന്റെ സൈഡിൽ ഫില്ല് ചെയ്തുകൊണ്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്തുകൊണ്ട് പല കടകളുടെ ഉള്ളിൽ കൂടെ പുറമേ നിന്നുള്ള വെള്ളം ഉള്ളിൽ കൂടെ വരുന്ന സാഹചര്യമാണ്. തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ഓരോ കടകളിലും കയറി അറിയാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് ഇതിന് കൃത്യമായിട്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് ആവശ്യം. കാരണം ഇതിന് മുന്നേ ഈ ചാലുമായി ബന്ധപ്പെട്ട അതായത് വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നം, പിന്നെ KRMB അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നിലവിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ബിൽഡിങ്ങിൽ നിന്നും വരുന്ന പൈപ്പുകൾ ചാലിലേക്ക് പോകുന്നു. അതങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ന്യായമായ കാര്യത്തിന്റെ ഒപ്പം തന്നെ നമ്മൾ വേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വെള്ളവും നമ്മൾ ഈ ചാലിലേക്ക് നമുക്ക് വിടാൻ നമ്മൾ ഒരിക്കലും നമ്മൾ അനുകൂലിക്കുന്നില്ല. കാരണം നമ്മളൊക്കെ തന്നെ കുടിക്കുന്ന വെള്ളത്തിലേക്കാണ് അത് പോകുന്നത്. അത് നമ്മൾ അനുകൂലിക്കുന്നില്ല. മറിച്ച് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വരുന്നത് അതല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ പുറത്ത് റെയിൽവേയുടെ അവിടെ നിന്ന് വരുന്ന ഉറവുകളിലായിട്ട് വരുന്ന വെള്ളം നമുക്ക് പോകാൻ വേറെ സംവിധാനമില്ല. അതിന് നിർബന്ധമായിട്ടും ഈ ചാലിലേക്ക് തന്നെ പോകുന്ന സംവിധാനമുള്ളൂ. അതിനൊരു സംവിധാനം നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ. അത് ശാശ്വതമായിട്ട്. അല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ രാത്രി കടടച്ചു പോകും. രാവിലെ വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ വെള്ളത്തിന് അടിയിൽ ആവുന്നൊരവസ്ഥയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു ബിൽഡിങ്ങിന്റെ വേസ്റ്റ് എന്ന് പറയുന്ന വെള്ളം, അതായത് കൈ കഴുകി നടക്കാനുള്ള വെള്ളമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം അത് കൃത്യമായിട്ട് അത് ഈ ചാലിലേക്ക് പോകാനുള്ള സംവിധാനം തന്നെ വേണം. അത് ചിലപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ, കാരണം ഇവിടെ സൈഡ് കോൺക്രീറ്റ് ചെയ്തപ്പോൾ ചില ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഉറവ് വരുന്നുണ്ട്. അത് പോകണമെങ്കിൽ നിർബന്ധമായിട്ടും കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് ഡ്രിൽ ചെയ്തിട്ട് ആ വെള്ളം പോകാനുള്ള തൃത്താല ഡോക്ടർ KB മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC, +2, USS, NMSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദിര, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദിവ്യ മണികണ്ഠൻ, വാർഡ് മെമ്പർ ഷബ്ന നിഷാദ്, ഉപജില്ലാ ഓഫീസർ K പ്രസാദ്, KV മരക്കാർ, മാനേജർ KV ഷറഫുദ്ദീൻ, PTA പ്രസിഡന്റ് AK ഷംസുദ്ദീൻ, ഹെഡ്മാസ്റ്റർ A ശിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേടിയ വിജയങ്ങളുടെ പേരിൽ അനുമോദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഇനി വേറെ വിജയങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ വിജയോത്സവം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് വിദ്യാലയങ്ങളിൽ മാരിയില്ല മഴക്കാലം ക്യാമ്പയിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കൂറ്റനാട് വട്ടേനാട് സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ നിർവഹിച്ചു. വിദ്യാർത്ഥികളിലും പരിസരങ്ങളിലും പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മാരിയില്ല മഴക്കാലം വിദ്യാലയങ്ങളിൽ എന്ന ബോധവൽക്കരണ മത്സര ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസും പാലക്കാട് ദേശീയ ആരോഗ്യ ദൗത്യവും സംയുക്തമായാണ് ക്യാമ്പയിൻ ഒരുക്കിയിരിക്കുന്നത്. ക്യാമ്പയിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കൂറ്റനാട് വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതിയുടെ ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. പകർച്ചവ്യാധികൾ അനിയന്ത്രിതമായി പടരാനുള്ള സാഹചര്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ കുട്ടികൾ അടക്കമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ഓർമ്മപ്പെടുത്തി. ആരോഗ്യം സേഫാക്കുക മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരുടെയും അതുപോലെ തന്നെ ക്ലാസ്സിൽ സഹപാഠികൾ ഇങ്ങനെയുള്ള നമ്മൾ പനി വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള രോഗം വഹിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കും. 2-3 ദിവസം കഴിയുമ്പോഴാണ് ക്ലാസ്സിലിരുന്നതിന് ശേഷമാണ് നമുക്ക് ഡെങ്കി ഉണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള മാരകമായ പനി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനകം നമ്മൾ കൈമാറേണ്ടവർക്ക് കൈമാറിക്കാണും. അപ്പൊ ഈ പൊതുവെ ഈ ഒരു കാലം ഇങ്ങനെയൊക്കെയുള്ള ഒരു ജാഗ്രത, അതാണ് പ്രതിരോധം എന്ന് പറയുന്നത്. ആ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിന് പരിസരം വൃത്തിയാക്കിയിട്ട് വേണ്ടത് അങ്ങനെ, നമ്മൾ ഓരോരുത്തരും അകലം പാലിച്ച് ചെയ്യേണ്ടത് അങ്ങനെ. പിന്നെ ഇതിനൊക്കെ ഈ കോവിഡ് വന്നതിന് ശേഷം നമുക്കൊക്കെ ഒരു ശ്രദ്ധയുണ്ട്. നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ വലിയൊരു നിവൃത്തിയില്ലെങ്കിൽ കൈയൊന്നും കഴുകാതെ ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു, അല്ലെ? എന്നാൽ കോവിഡ് വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു ശീലം വന്നു. കൈ കഴുകാതെ ഒരു കാരണവശാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. അതുപോലെ തന്നെ അകലം പാലിക്കുന്നു. ചെറിയ തോതിൽ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കുന്നു. അപ്പോൾ ചില പ്രതിസന്ധികൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളുമുണ്ട്.
അപ്പൊ അതുപോലെ ഒരു നല്ല ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഈ ജൂലൈ മാസം എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ജൂലൈയുടെ മധ്യമാകുമ്പോഴേക്ക് ഈ പനികളൊക്കെ വളരെ വലിയ തോതിൽ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ടാണ് എല്ലാ തലങ്ങളിലുമുള്ള പ്രതിരോധം ആരംഭിച്ചിട്ടുള്ളത്. ചടങ്ങിൽ VT ബൽറാം MLA അധ്യക്ഷനായിരുന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിരേഖ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ദിവ്യ, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ഷാജഹാൻ, സ്ഥിരസമിതി അധ്യക്ഷ റസിയ അബുബക്കർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ബിന്ദു തോമസ്, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ S സയന, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഡെപ്യൂട്ടി ഓഫീസർ PP രജിത, മറ്റു ഉദ്യോഗസ്ഥർ, സ്കൂൾ അധികൃതർ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി SEUP സ്കൂളിലെ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി അതിഥിയോടൊപ്പം പരിപാടി നടത്തി. കവിയും സംവിധായകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജേഷ് നന്നിയംകോട് അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ പ്രധാന അധ്യാപകൻ K മുഹമ്മദ് സൽമാൻ അധ്യക്ഷനായി. വായനാ വാരത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം രാജേഷ് നന്നിയംകോട് നിർവഹിച്ചു. മുതിർന്ന അധ്യാപിക VK മിനി ടീച്ചർ ഉപഹാരം നൽകി. KK സുജ, OS പ്രഭിത, കുക്കു C രാജൻ എന്നിവർ സംസാരിച്ചു. തൃത്താലയിൽ വീടിന്റെ വിറകുപുരയിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. അത്താണിക്കൽ സ്വദേശി കബീറിന്റെ വീടിനോട് ചേർന്നുള്ള വിറകുപുരയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 9:30 പാമ്പിനെ കണ്ടത്. പെട്ടെന്ന് തന്നെ വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ കൈപ്പുറം അബ്ബാസ് സ്ഥലത്തെത്തി. ഏറെ പ്രയത്നത്തിനൊടുവിലാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. പിന്നീട് വനം വകുപ്പിന് കൈമാറി. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ജനവാസ മേഖലകളിലും വീട്ടുപറമ്പുകളിലും പാമ്പുകളുടെ ശല്യം വർദ്ധിച്ചു വരുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇവിടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.